പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഓം നിയമം. പ്ലസ് ടു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഓം നിയമവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ട് വരുന്ന ഓം നിയമം എന്താണെന്നും അതുമായി റിലേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്ന് വരുന്ന വീഡിയോസിൽ നമ്മൾ ഇതിന്റെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഓം നിയമത്തിലേക്ക് പോവാം. Ohm's law it states that at constant temperature the current flowing through the conductor is directly proportional to potential difference between the end of the conductor. അതായത് ഒരു കണ്ടക്ടറിലൂടെ എന്ത് പാസ് ചെയ്യുന്നു, കറണ്ട് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്യപ്പെടുന്ന കറണ്ട് ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പിന് എന്തായിരിക്കും, നേരനുപാതത്തിലാണ് എന്ന് പറഞ്ഞ നിയമത്തിന്റെ പേരാണ് ഓം നിയമം അല്ലെങ്കിൽ ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓം നിയമത്തെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ V നേരനുപാതം എന്നത് റെപ്രസെന്റ് ചെയ്യും, I എന്ന് റെപ്രസെന്റ് ചെയ്യും. ഈ നേരനുപാതം അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു ഈക്വൽ സൈൻ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. ആ കോൺസ്റ്റന്റ് ആണ് R അല്ലേ. ഇപ്പോ V എന്ന് എഴുതാം, RI എന്ന് എഴുതാം. V RI എന്ന് പറഞ്ഞ നിയമമാണ് എന്തെന്ന് പറഞ്ഞാൽ ഓംസ് ലോ എന്ന് പറയുന്നത്. V RI ഓരോ ടേമും ശ്രദ്ധിച്ച് പഠിക്കുക. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ്. I മീൻസ് കറന്റ് ആണ്. ഇതൊക്കെ തന്നെ നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ R എന്ന് പറയുന്ന ഒരു ടേം കൂടെ ഉണ്ട്. എന്താ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? Resistance എന്ന് പറഞ്ഞാൽ it is the ability of a conductor to resist electric current. ഒരു ഇലക്ട്രിക് കറന്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കണ്ടക്ടറിന്റെ കഴിവിനെയാണ് അല്ലെങ്കിൽ കാപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേകത, ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. It is the ability, കഴിവാണ്. It is the ability of a conductor to resist electric current. ഇലക്ട്രിക് കറന്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിന്റെ പേരാണ് എന്ത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കേ, ഇതുമായി ബന്ധപ്പെട്ട് റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പ്രധാനമായിട്ട് 4 എണ്ണമാണ്. മുൻകാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സിൽ ആദ്യ കാര്യം ലെങ്ത് ആണ്. ലെങ്ത് ഇപ്പൊ ലെങ്ത് എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്നത്, ലെങ്ത് എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്നത് ചോദിച്ചാൽ R നേരനുപാതം L ആണ്. നീളം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, നീളം കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. ഡയറക്റ്റ്ലി പ്രൊപോർഷണൽ ആണ്. ഇപ്പൊ ലെങ്തും റെസിസ്റ്റൻസും എങ്ങനെയാണ്, നേരനുപാതത്തിലാണ്. ലെങ്തും റെസിസ്റ്റൻസും നേരനുപാതത്തിലാണ്. രണ്ടാമത് റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ മെറ്റീരിയൽ. ഇപ്പൊ ഏരിയ എങ്ങനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപോർഷണൽ ടു ഏരിയ. റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപോർഷണൽ ആണ്. ഏരിയ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്നു, ഏരിയ കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നു. അപ്പൊ ലെങ്തുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപോർഷണൽ ആണ്, ഏരിയയുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപോർഷണൽ ആണ്. മൂന്നാമതായി റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യും. മെറ്റൽസിൽ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൽ ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, ഡയറക്റ്റ്ലി പ്രൊപോർഷണൽ ആണെന്ന് പറയാം. നാലാമതായിട്ട് ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് നേച്ചർ ഓഫ് മെറ്റീരിയൽ. റെസിസ്റ്റൻസിനെ നാലാമതായിട്ട് ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് മെറ്റീരിയലിന്റെ നേച്ചർ. ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ സിൽവറിന് ഉണ്ടായിരിക്കുന്ന റെസിസ്റ്റൻസ് ആയിരിക്കത്തില്ല കോപ്പറിന് റെസിസ്റ്റൻസ് ആയിരിക്കത്തില്ല ഗോൾഡിന്. ഇപ്പൊ മെറ്റീരിയൽ മാറുമ്പോൾ, വസ്തുക്കൾ മാറുമ്പോൾ റെസിസ്റ്റൻസിന് വേരിയേഷൻ ഉണ്ട്. ഈ 4 ഫാക്ടറുകളാണ് റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ലെങ്ത് ആണ്. ലെങ്ത് ഡയറക്റ്റ്ലി പ്രൊപോർഷണൽ ആണ്. രണ്ടാമത്തെ കാര്യം ഏരിയ ആണ്. ഏരിയ ഇൻവേഴ്സ്ലി പ്രൊപോർഷണൽ ആണ്. മൂന്നാമത്തെ കാര്യം ടെമ്പറേച്ചർ ആണ്. മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നു, ഡയറക്റ്റ്ലി ആണ്. നാലാമത് ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടർ നേച്ചർ ഓഫ് മെറ്റീരിയൽ ആണ്. ഓക്കേ, ഇനി ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചു
റെസിസ്റ്റൻസിന്റെ യൂണിറ്റും ഡയമെൻഷനും എഴുതുക എന്ന് പറഞ്ഞു. അപ്പൊ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം, ഉച്ഛ്വാസി പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓം ആണ്. OHM എന്ന് എഴുതുക, ഓം, അല്ലെങ്കിൽ ഈ സിംബൽ എഴുതുക. അപ്പൊ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. ഈ റെസിസ്റ്റൻസിന്റെ എന്തും കൂടെ പഠിക്കണം, ഡയമെൻഷൻ കൂടെ പഠിക്കണം. റെസിസ്റ്റൻസിന്റെ എന്തും കൂടെ പഠിക്കണം, ഡയമെൻഷൻ കൂടെ പഠിക്കണം. അപ്പൊ ഡയമെൻഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബൈഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. എന്നിരുന്നാലും അത് എങ്ങനെ കിട്ടുന്നു എന്ന് ഞാൻ പെട്ടെന്ന് പറയാൻ നോക്കിയിരുന്നു. നമുക്കറിയാം V സമം എന്താണ് ഇക്വേഷൻ, IR ആണ് ഇക്വേഷൻ. V സമം IR ആണ് ഇക്വേഷൻ. അതിൽ നിന്ന് R എന്ന് പറയുമ്പോൾ എന്ത് വരും, V/I എന്ന് വരും. വോൾട്ടേജിന്റെ ഡയമെൻഷനെ കറണ്ടിന്റെ ഡയമെൻഷൻ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ കിട്ടുന്നു, അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വോൾട്ടേജിന്റെ ഡയമെൻഷൻ അറിയണം. ഇവിടെ +2-ലെ രണ്ടാമത്തെ അധ്യായത്തിൽ പഠിച്ച കാര്യമാണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എന്താണെന്ന് പഠിച്ചു, ചാർജ് ആണെന്ന് പഠിച്ചു. വർക്ക് ബൈ ചാർജ് ആണ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ട് എന്ന് പറഞ്ഞത്. വോൾട്ട് ഈസ് ഈക്വൽ ടു വർക്കിന്റെ ഡയമെൻഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ml T⁻⁻² ഇൻടു ഡിസ്റ്റൻസ് L ഡിവൈഡഡ് ബൈ ചാർജ്. ചാർജിന്റെ ഡയമെൻഷൻ ഏതാ, ചാർജിന്റെ ഡയമെൻഷൻ I is equal to Q/T ആണ്. അതിൽ നിന്ന് Q സമം I into T എന്ന് വരും. അഥവാ ചാർജിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ AT ആണ്. ചാർജിന്റെ ഡയമെൻഷൻ AT ആണ്, അല്ലേ? സോൾവ് ചെയ്യുമ്പോൾ V is equal to ഇവിടെ ml സ്ക്വയർ എന്നാവും. L മേലോട്ട് ഗുണിക്കുമ്പോൾ L സ്ക്വയർ ആകുന്നു. ഈ T മേലെ വരുന്നു. ഇതുമായിട്ട് ചെയ്യുമ്പോൾ T⁻⁻3 A ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ A⁻−1. ഇതാണ് V യുടെ ഡയമെൻഷൻ, പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ. പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷനെ കറണ്ടിന്റെ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ കിട്ടും. കറണ്ടിന്റെ ഡയമെൻഷൻ ആംപിയർ ആണ്, A ആണ്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ R ഈക്വൽ ടു ഇതിനെ ml സ്ക്വയർ T⁻⁻3 A⁻−1 എന്ന ക്വാണ്ടിറ്റിയെ കറണ്ടിന്റെ ഡയമെൻഷൻ ആയ A കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോൾവ് ചെയ്ത് എഴുതുമ്പോൾ ml സ്ക്വയർ T⁻⁻3 ഇത് ന്യൂമറേറ്ററിലേക്ക് വരുന്നു A⁻−2. ഇതാണ് റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ml സ്ക്വയർ T⁻⁻3 A⁻−2 എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഒരു മാർക്കിന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ, +2 പരീക്ഷയ്ക്ക് ചോദിച്ചു, റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എഴുതുക, 1 മാർക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബൈഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പിലൂടെ പഠിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത്. ഇതുവരെ നമ്മൾ പഠിച്ചു നിർത്തിയത് ഓംസ് ലോ എന്താണെന്ന് നോക്കി, ഓംസ് ലോയുടെ ഇക്വേഷൻ നോക്കി, അതിൽ വരുന്ന റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു. എബിലിറ്റി ആണ്, എന്തിനുള്ള എബിലിറ്റി, കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയുടെ പേരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് 4 ഫാക്ടറിനെ ഡിപെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് പഠിച്ചു, റെസിസ്റ്റൻസിന്റെ എന്ത് പഠിച്ചു, ഡയമെൻഷൻ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്, ഈ പറയുന്ന റെസിസ്റ്റൻസ് ഡിപെൻഡ് ചെയ്യുന്നതിനെ ഞാനൊരു ഫോർമുലയാക്കി ഇവിടെ എഴുതാൻ പോവാണ്. റെസിസ്റ്റൻസ് ഡിപെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിനെ ഞാനൊരു ഫോർമുലയാക്കി എഴുതാൻ പോവുകയാണ്. റെസിസ്റ്റൻസ് ഡിപെൻഡ്സ് ലെങ്ത് ആൻഡ് ഏരിയ, അല്ലേ? ലെങ്ത്തിന് ഡയറക്റ്റ്ലി ആണ്, ഏരിയക്ക് ഇൻവേഴ്സ്ലി ആണ്. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ R ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് റോ ഇൻടു L/A എന്നാവുന്നു. അപ്പോൾ ഇവിടെ ഇക്വേഷൻ കിട്ടി, റെസിസ്റ്റൻസ് സമം റോ ഇൻടു L/A. ഇതിൽ റോയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ റെസിസ്റ്റിവിറ്റി. റോയുടെ പേര് റെസിസ്റ്റിവിറ്റി എന്നാണ്. റെസിസ്റ്റിവിറ്റി എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, resistivity is the resistance of a conductor or material having unit length and unit area. യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയയും ഉള്ള ഒരു വസ്തുവിന്റെ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. അങ്ങനെ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, ഡിഫൈൻ റെസിസ്റ്റിവിറ്റി ഓർ എക്സ്പ്ലെയിൻ റെസിസ്റ്റിവിറ്റി എന്നൊരു ചോദ്യം വരാം. അപ്പൊ എന്താ ആൻസർ, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് of a material having unit length and unit area.
യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയയും ഉള്ള ഒരു വസ്തുവിന്റെ റെസിസ്റ്റൻസിന്റെ പേരാണ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ ഓം ആണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്, ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. അതുപോലെ ഈ ഡയമെൻഷനുകൾക്ക് അനുസരിച്ച് ലെങ്തിനും ഏരിയയ്ക്കൊക്കെ അനുസരിച്ച് റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ചസ് ഉണ്ടാകത്തില്ല, പക്ഷെ റെസിസ്റ്റൻസിന് ചേഞ്ചസ് ഉണ്ടാകും അല്ലെ. നീളം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. എന്നാൽ റെസിസ്റ്റിവിറ്റിക്ക് നീളമോ അല്ലെങ്കിൽ ഏരിയയോ ഒന്നും റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യത്തില്ല, അഫക്റ്റ് ചെയ്യത്തില്ല, ബാധിക്കത്തില്ല. ഇപ്പൊ റെസിസ്റ്റിവിറ്റി റോ ആണ്. റെസിസ്റ്റിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഉള്ള ഒരു വസ്തുവിന്റെ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് കണ്ടക്ടൻസിനെ കുറിച്ചാണ്. കണ്ടക്ടൻസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ജി. കണ്ടക്ടൻസ് ജി. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്, വ്യുൽക്രമമാണ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ. കണ്ടക്ടൻസ് ജി എങ്ങനെ എഴുതാം, 1/r എന്ന് എഴുതാം. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കണ്ടക്ടൻസ്. അപ്പോൾ G is equal to എന്തെന്ന് എഴുതാം, 1/r എന്ന് എഴുതാം. അതുപോലെ യൂണിറ്റ്, ഇപ്പൊ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. ഇപ്പൊ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ഓം റൈസ് ടു -1 എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ മോ എന്ന് പറയും. മോ, OHM അല്ലേ ഓം. അപ്പൊ അതിനെ തിരിച്ചു പറഞ്ഞാൽ MHO, അതാണ് മോ. അതാണ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ കണ്ടക്ടിവിറ്റി ചോദിക്കാം പരീക്ഷയ്ക്ക്. കണ്ടക്ടിവിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സിഗ്മയാണ്, സിഗ്മ. അപ്പോ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്ന പേര് കണ്ടക്ടൻസ് എന്നാണ്. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി. അപ്പോ എങ്ങനെ എഴുതാം, റെസിപ്രോക്കൽ ഓഫ് resistivity. Reciprocal of resistivity is called conductivity. Conductivity sigma equal to 1/, എന്തെന്ന് എഴുതാം, റോ എന്ന് എഴുതാം. അപ്പോ റോ ആണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമത്തിന് പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. റെസിസ്റ്റൻസിന്റെ വ്യുൽക്രമമാണ് കണ്ടക്ടൻസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തൊക്കെ നമ്മൾ പഠിച്ചു. റെസിസ്റ്റിവിറ്റി എന്താണെന്ന് നോക്കി. യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഉള്ള വസ്തുവിന്റെ റെസിസ്റ്റൻസിന്റെ പേരാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നോക്കി, അത് ഓം മീറ്റർ ആണെന്ന് പഠിച്ചു. അതുപോലെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ഓം റൈസ് ടു -1 ആണ്, അല്ലെങ്കിൽ മോയാണ്. അതുപോലെ കണ്ടക്ടിവിറ്റി നോക്കി. എന്താ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, കണ്ടക്ടിവിറ്റി സിഗ്മയാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയുടെ എന്താണ്, റെസിപ്രോക്കൽ ആണെന്ന് പഠിച്ചു. ഇവിടെ സിഗ്മ ഈക്വൽ ടു എന്തെന്ന് കിട്ടി, 1/rho എന്ന് കിട്ടി. അതുപോലെ ഇതിന്റെ യൂണിറ്റ് അറിയാം. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. അപ്പൊ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓം റൈസ് ടു -1, മീറ്റർ റൈസ് ടു -1 ആണ്. മറന്നുപോകരുത്, യൂണിറ്റുകൾ മറക്കരുത്. അതിൽ ശ്രദ്ധിച്ച് റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ പഠിച്ചു വെച്ചിരിക്കുക. റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ അറിയാമെങ്കിൽ അതിൽ നിന്ന് തന്നെ എന്ത് കണ്ടെത്താൻ പറ്റും, റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷൻ കണ്ടെത്താൻ പറ്റും. കാര്യം റെസിസ്റ്റൻസ്, ഏരിയ, ലെങ്ത് ഇവയുടെ ഡയമെൻഷൻ അറിയാമെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷൻ കിട്ടും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ റെസിസ്റ്റിവിറ്റിയോ റെസിസ്റ്റൻസോ ഒക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. റെസിസ്റ്റൻസിന്റെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്തതാണ്. റെസിസ്റ്റിവിറ്റിയുടെ കൂടെ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടുപിടിക്കുക, ശ്രമിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായ കണ്ടക്ടൻസ് എന്താണ്, കണ്ടക്ടിവിറ്റി എന്താണ്. അതുപോലെ ഈ കണ്ടക്ടിവിറ്റി കൂടിയ വസ്തുവാണ് കോപ്പർ എന്ന് പറഞ്ഞാൽ. കോപ്പർ കണ്ടക്ടിവിറ്റി കൂടിയ വസ്തുവാണ് കോപ്പർ. ഈ കോപ്പറിന് കണ്ടക്ടിവിറ്റി കൂടുതലാണ്. കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കോപ്പറിന് കണ്ടക്ടിവിറ്റി കൂടുതലായതുകൊണ്ടാണ് കണക്റ്റിംഗ് വയർ ആയിട്ട് എന്ത് ഉപയോഗിക്കാറുള്ളത്, കോപ്പർ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ കോപ്പറിന് റെസിസ്റ്റിവിറ്റി കുറവാണ്, അതുപോലെ എന്ത് കൂടുതലാണ്, കണ്ടക്ടിവിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് കോപ്പറിനെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, കണക്റ്റിംഗ് വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കോപ്പറിനെ എന്തുകൊണ്ടാണ് ഈ കണക്റ്റിംഗ് വയർ ആയിട്ട് ഉപയോഗിക്കാനുള്ള റീസൺ. രണ്ട്, നമ്മൾ നിക്രോം എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്. നിക്രോം ഹീറ്റിംഗ് ഓയിൽ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വസ്തുവാണ് നിക്രോം എന്ന് പറയുന്നത്. ഈ നിക്രോമിന് എന്ത് കൂടുതലാണ്, ഇവിടെ കണ്ടക്ടിവിറ്റി കൂടുതൽ എന്നാ പറഞ്ഞത്, അപ്പൊ റെസിസ്റ്റിവിറ്റി കുറവാണ്. എന്നാൽ നിക്രോമിനെ സംബന്ധിച്ച് റെസിസ്റ്റിവിറ്റി കൂടുതലാണ്.
അതുകൊണ്ട് തന്നെ നിക്രോമിന് എന്ത് കുറവാണ്? കണ്ടക്ടിവിറ്റി കുറവാണ്. അപ്പൊ റെസിസ്റ്റിവിറ്റി കൂടിയ ഒരു വസ്തുവാണ് നിക്രോം എന്ന് പഠിച്ചു വെച്ചോ. റെസിസ്റ്റിവിറ്റി കുറഞ്ഞൊരു വസ്തുവാണ് കോപ്പർ. അതുകൊണ്ടാണ് കോപ്പറിനെ കണക്റ്റിംഗ് വയറുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നിയമം ഓംസ് ലായിൽ നിന്നാണ് നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓംസ് ലാ ഒബേ ചെയ്യുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേര് ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ഓമിക് സബ്സ്റ്റൻസ് എന്നാണ്. ഓമിക് സബ്സ്റ്റൻസസ്. ഓമിക് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ ഓംസ് ലാ ഒബേ ചെയ്യുന്ന the substances which obeys Ohm's law are called ohmic substances. ഓംസ് ലാ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ ഓം നിയമം അനുസരിക്കുന്ന വസ്തുക്കളുടെ പേരാണ് ഓമിക് മെറ്റീരിയൽസ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ചില വസ്തുക്കൾ എന്ത് ചെയ്യാറില്ല? ഓംസ് ലാ ഒബേ ചെയ്യാറില്ല. അത്തരം വസ്തുക്കൾക്ക് വിളിക്കുന്ന പേര് നോൺ ഓമിക് മെറ്റീരിയൽ എന്നാണ്. നോൺ ഓമിക് മെറ്റീരിയൽ. അപ്പൊ ഓമിക് മെറ്റീരിയൽ ഉണ്ട്, നോൺ ഓമിക് മെറ്റീരിയൽ ഉണ്ട്. നോൺ ഓമിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഓംസ് ലാ ഒബേ ചെയ്യാത്ത വസ്തുക്കളാണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ സെമി കണ്ടക്ടേഴ്സ്, ജെർമേനിയം, സിലിക്കൺ പോലുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ ഈ ഡയോഡ്, അതുപോലെ ഈ വാക്വം ട്യൂബ്സ്, തൈറിസ്റ്റർ, അങ്ങനെ തുടങ്ങിയ വസ്തുക്കളൊക്കെ തന്നെ ഓംസ് ലാ ഒബേ ചെയ്യാത്ത വസ്തുക്കളാണ്. ഇത്തരം വസ്തുക്കളെ പൊതുവെ നമ്മൾ പറയുന്ന പേര് നോൺ ഓമിക് മെറ്റീരിയൽ ഓർ നോൺ ഓമിക് സബ്സ്റ്റൻസസ് എന്നാണ്. ഓംസ് ലാ ഒബേ ചെയ്യുന്നത് ഓമിക് മെറ്റീരിയൽ ആണ്, ഒബേ ചെയ്യാത്തത് നോൺ ഓമിക് മെറ്റീരിയൽ ആണ്. പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം വരാം, നോൺ ഓമിക് മെറ്റീരിയൽസിന് എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് നോൺ ഓമിക് സബ്സ്റ്റൻസസിന്റെ പേര് പറയൂ എന്ന് പറയാം. ഇത്തരം സെമി കണ്ടക്ടേഴ്സ്, ഡയോഡ്സ്, വാക്വം ട്യൂബ്സ്, ഇതൊക്കെ തന്നെ നോൺ ഓമിക് മെറ്റീരിയൽസ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നോക്കിക്കേ, ചില വസ്തുക്കൾ ഓംസ് ലാ ഒബേ ചെയ്യുന്നുണ്ട്, ചിലവ ഓംസ് ലാ എന്ത് ചെയ്യുന്നില്ല? ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഓംസ് ലാ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലാ. പരീക്ഷയ്ക്ക് ചോദിക്കും, നോട്ട് യൂണിവേഴ്സൽ ലാ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ലാ. ഓംസ് ലാ എന്തുകൊണ്ട് എന്തായില്ല? യൂണിവേഴ്സൽ ലാ ആയില്ല എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരാം. ഓംസ് ലാ യൂണിവേഴ്സൽ ലാ ആകാത്തതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഓംസ് ലാ ചില വസ്തുക്കൾ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒബേ, എല്ലാ വസ്തുക്കളും ഒബേ ചെയ്തിരുന്നുവെങ്കിൽ ഓംസ് ലാ നമ്മൾ യൂണിവേഴ്സൽ ലാ ആയിട്ട് പരിഗണിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒബേ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഓംസ് ലാ എന്നല്ല, ഒരു യൂണിവേഴ്സൽ ലാ അല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഈ കോപ്പർ എന്തുകൊണ്ട് കണക്റ്റിംഗ് വയർ ആയിട്ട് ഉപയോഗിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ ഓമിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ എഴുതാൻ പറയും. അതുപോലെ ഓംസ് ലാ എന്തുകൊണ്ട് യൂണിവേഴ്സൽ ലാ ആയില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റും ഡയമെൻഷനും ചോദിച്ചിട്ടുണ്ട്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കണ്ടക്ടൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ. ഇതുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓംസ് ലാ എന്താണെന്ന് നോക്കി. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ആ കണ്ടീഷൻ പഠിച്ചോളാം. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഈ കറണ്ട് ആ പൊട്ടൻഷ്യലിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വന്നാൽ അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഓംസ് ലാ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ്. എന്താ റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ it is the ability of a material to resist electric current. ഇലക്ട്രിക് കറന്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് 4 കാര്യങ്ങൾ ഡിപെൻഡ് ചെയ്യും. അറിയാം, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് അറിയാം, ഡയമെൻഷൻ അറിയാം. അത് വെച്ച് നമ്മൾ ഒരു സമവാക്യം നിർമ്മിച്ചു. അപ്പൊ അവിടെ ഒരു കോൺസ്റ്റന്റ് വരുന്നുണ്ട്, അതിന്റെ പേര് റെസിസ്റ്റിവിറ്റി എന്നാണ്. എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് ചോദിച്ചാൽ യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഉള്ള ഒരു വസ്തുവിന്റെ റെസിസ്റ്റൻസിന്റെ പേരാണ് എന്ത്? റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. അതുപോലെ നമ്മൾ കണ്ടക്ടൻസ് പഠിച്ചു. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ്, റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി. അതുപോലെ കണ്ടക്ടിവിറ്റി കൂടിയ വസ്തു കോപ്പർ ആണ്. കോപ്പർ അതുകൊണ്ടാണ് എന്തിനു വേണ്ടി ഉപയോഗിക്കാറുള്ളത്? കണക്റ്റിംഗ് വയേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഓംസ് ലാ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഓമിക് സബ്സ്റ്റൻസസ്, ഒബേ ചെയ്യാത്തത് നോൺ ഓമിക് മെറ്റീരിയൽ ആണ്. ചില വസ്തുക്കൾ ഓംസ് ലാ ഒബേ ചെയ്യുന്നുണ്ട്, ചിലവ എന്ത് ചെയ്യുന്നില്ല? ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഓംസ് ലാ എന്ത് ലാ അല്ല? യൂണിവേഴ്സൽ ലാ അല്ല. ഓക്കേ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോ ക്ലാസ്സിലൂടെ കാണാം. ഓക്കേ, താങ്ക് യു.